ശ്രീനാരായണ ഗുരുസ്വാമികൾ രചിച്ച ദർശനമാല. ശ്ലോകം 1. ആസീദഗ്രേ അസദേ വേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കൽപ്പമാത്രേണ പരമേശ്വരഃ. ഈ ജഗത്ത് ആദിയിൽ കേവലം അസത്തായിരുന്നു, ഇല്ലാത്തതായിരുന്നു. പിന്നീട് സൃഷ്ടികാലത്തിൽ സർവശക്തനായ ഈശ്വരൻ തൻ്റെ സങ്കല്പശക്തി മാത്രത്താൽ ഈ സർവപ്രപഞ്ചത്തെയും സ്വപ്നത്തെ എന്ന പോലെ സൃഷ്ടിച്ചു. സ്വപ്നത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ സങ്കല്പത്തിൽ മാത്രമുള്ളവയും വാസ്തവത്തിൽ ഇല്ലാത്തവയുമാണല്ലോ. അതുപോലെ തന്നെ ഈ സർവ്വജഗത്തും പരമേശ്വരൻ്റെ സങ്കല്പത്തിൽ മാത്രമുള്ളവയും വാസ്തവത്തിൽ ഇല്ലാത്തവയുമാകുന്നു. വാസ്തവത്തിൽ ഉള്ളത് ഈശ്വരൻ മാത്രമാകുന്നു. അസദ്വ ഇതമഗ്ര ആസീത തതോ വൈ സദജായത. ഈ പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പേ അസത്തായി ഇല്ലാത്തതായി തന്നെ ഇരുന്നു. അതിൻ്റെ ശേഷം നാമരൂപങ്ങളോടുകൂടി ഉള്ളതായി തീർന്നു എന്ന് തൈത്തരീയോപനിഷത്തിലും പറഞ്ഞിരിക്കുന്നു. അഗ്രേ എന്നതിന് പാരമാർത്ഥികാവസ്ഥയും പുന എന്നതിന് വ്യാവഹാരികാവസ്ഥയും അർത്ഥങ്ങളാകുന്നു. ഈ ശ്ലോകം കൊണ്ട് വസ്തുനിർദ്ദേശരൂപമായ മംഗളാചരണം ചെയ്യപ്പെട്ടു. എല്ലാ അക്ഷരങ്ങളുടെയും ആദ്യക്ഷരമായ അവർണം കൊണ്ട് ആരംഭിക്കുന്നത് തന്നെ മംഗളമാകുന്നു. അക്ഷരാണാം അകാരോസ്മി എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അകാരത്തെ ആത്മസ്വരൂപമായി സ്തുതിച്ചിരിക്കുന്നു. ആസീദ് എന്ന ആദ്യ പദം സത്താവാചകമായിരിക്കുന്നതിനാൽ അതും മംഗളസൂചകമാകുന്നു. അതേ പദം ഈ ശാസ്ത്രത്തിലെ പ്രതിപാദ്യ വിഷയമായും മംഗളസ്വരൂപമായിരിക്കുന്ന ആ ഏക സദ്വസ്തുവിനെ അനുസ്മരിപ്പിക്കുന്നതിനാൽ ആ പ്രകാരത്തിലും അത് മംഗളത്തെ നിർദ്ദേശിക്കുന്നു. സസർജ സർവം സങ്കല്പം മാത്രേണ പരമേശ്വര എന്ന് പറഞ്ഞതിനാൽ ജഗത് കർത്താവായി ഒരു ഈശ്വരനെ അംഗീകരിക്കുകയും ആ ഈശ്വരൻ സർവശക്തനും പരമോത്കൃഷ്ടനും ആകുന്നു എന്നുള്ള പ്രശംസ കൊണ്ട് ഈശ്വരൻ സ്മരണമാകുന്ന നമസ്കാരരൂപ മംഗളത്തെ കൂടി അന്തർഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ യഥായോഗ്യം മംഗളം ആചരിക്കപ്പെട്ടു.